നമസ്കാരം. പ്രൈംസ് അസ്ട്രോ ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എൻ്റെ പേര് പ്രേംചന്ദ്. ഇന്ന് നമ്മൾ നോക്കുന്നത്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ, എന്തുകൊണ്ടാണ് ഒരു വർഷം വരെ അസ്ഥി സൂക്ഷിക്കുന്നത് എന്നാണ്. മരണപ്പെട്ടു കഴിഞ്ഞ ആളുടെ അസ്ഥി പ്രധാനമായും പണ്ടത്തെ കാരണവന്മാരുടെ ഒക്കെ വീടുകളിൽ, അല്ലെങ്കിൽ പണ്ടത്തെ ആളുകളുടെ വീടുകളിൽ, ഇപ്പോഴും ചില വീടുകൾ അങ്ങനെ അനുഷ്ഠിക്കാറുണ്ട്. ഈ അസ്ഥികൾ ഒരു വർഷം വരെ സൂക്ഷിക്കാറുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ, മരണത്തിന് ശേഷം, ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം ആ ആത്മാവ് മനുഷ്യന്റെ ഒരു വർഷത്തെ സഞ്ചാരം കൊണ്ടാണ് യമപുരിയിൽ എത്തുന്നത് എന്നാണ് സങ്കല്പം. ആ കാലയളവിലെ മാസപിണ്ഡ സമർപ്പണം അത് ഉദ്ദേശിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് മറ്റൊരു വിശ്വാസവും ഉണ്ട്. മരണത്തിന് ശേഷം 5 പ്രാണനും 5 ഉപപ്രാണനും ഉള്ളതിൽ ധനഞ്ജയൻ ഒഴികെയുള്ള പ്രാണൻ സൂര്യമണ്ഡലത്തിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. ഒരു വർഷം തികയുന്ന സമയത്ത് സൂര്യമണ്ഡലത്തിലുള്ള പ്രാണനുകളും ധനഞ്ജയനും ഒന്നിച്ച് പിതൃലോകത്ത് പോകുന്നുവെന്നുമാണ് സങ്കല്പം. പഴയ കാലത്തൊക്കെ മൂത്തപുത്രൻ ഒരു വർഷം ദീക്ഷ അനുഷ്ഠിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. അത് ഈ വിശ്വാസത്തിന്റെ പേരിലാണ് അന്ന് മൂത്തപുത്രൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു വർഷത്തോളം അസ്ഥി ആരെങ്കിലുമൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇന്ന് നമ്മുടെ ഈ വേഗതയേറിയ ലോകത്തിൽ ഇതിനൊക്കെ സമയമുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്നുള്ളത്, ഈ പുല കഴിഞ്ഞാൽ ആ കഴിയുന്ന ദിവസം തന്നെ അസ്ഥി ഒഴുക്കുന്ന വ്യക്തികളും കുടുംബക്കാരുമുണ്ട്. പിന്നെ 16 ദിവസം കഴിഞ്ഞാൽ, ആ ചടങ്ങ് കഴിഞ്ഞാൽ അന്ന് ഈ അസ്ഥി ഒഴുക്കുന്ന ചടങ്ങുകളുണ്ട്. പിന്നെ 41 ദിവസം കഴിഞ്ഞാൽ അന്ന് അസ്ഥി നിമഞ്ജനം ചെയ്യുന്നവരുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം, നമ്മൾ നേരത്തെ പറഞ്ഞത് മാതിരി ഒരു വർഷം കഴിഞ്ഞാൽ അസ്ഥി നിമഞ്ജനം ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ഇതിലൊക്കെക്കാളും ബഹിരസം എന്ന് പറഞ്ഞാൽ, ചിലപ്പോൾ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിരിക്കും മരിക്കുന്നത്, വിദേശത്തായിരിക്കും മക്കളുള്ളത്, നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അതിനെ ഒഴുക്കുന്നതായി വീഡിയോയിലെടുത്ത് വിദേശത്തുള്ള മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതായി ഇപ്പോഴത്തെ പതിവാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ വളർത്തിയ വലുതാക്കിയ അച്ഛനോടും അമ്മയോടും, അല്ലെങ്കിൽ നമ്മൾ വളർത്തി വലുതാക്കിയ മക്കളോട് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതും നമ്മൾ ഈ കലികാലത്ത് ആലോചിക്കേണ്ടതാണ്. അപ്പോ അത് അവരവരുടെ ഇഷ്ടമാണ്, അതാത് കുടുംബങ്ങളുടെ ഇഷ്ടമാണ്. എന്താണോ അവരവർക്ക് ശരിയെന്ന് തോന്നുന്നത് അവരവർ ചെയ്യുക. എങ്കിലും ശാസ്ത്രം പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും നമ്മുടെ സംശയ നിവാരണത്തിന്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാമത്തെ സംശയം എന്ന് പറയുന്നത്, ഈ അസ്ഥികലശം എന്തിനാണ് പ്ലാവിന്റെ ചുവട്ടിൽ വയ്ക്കുന്നത് എന്നാണ്. എന്താണ് അതിന്റെ ഒരു ശാസ്ത്രീയ വശം
എന്നാണ് നമ്മൾ ഇനി നോക്കാനുള്ളത്. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ മറുപടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.